ഹലോ, വർഷങ്ങൾക്ക് ശേഷം ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബെസ്റ്റ് സീരീസ് ആയിരുന്നു ഈ ഐഫോൺ 16 സീരീസ്. അപ്പം ഞാൻ ലൈനപ്പ് പറയുകയാണെങ്കിൽ 16, 16 പ്ലസ്, 16 പ്രോ, 16 പ്രോ മാക്സ് എല്ലാത്തിനും അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഐഫോൺ 16 ആണ്, 16 പ്രോനേക്കാൾ. കാരണം ഈ ഒരു ആപ്പിളിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, 79,999 രൂപയ്ക്ക് നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് ഇല്ല. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആ ഒരു പ്രൈസിന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐഫോണാണ് ഐഫോൺ 16. ഐഫോൺ 16 പ്രോയുടെ ആ ഒരു പ്രോസസ്സറും, പക്ഷേ അതിൽ കുറച്ച് ഡൗൺ ഗ്രേഡ് ഉണ്ട് എങ്കിലും അതിൻ്റെ ആ ഒരു റേഞ്ച് വരുന്ന പ്രോസസ്സർ, പ്രോ സീരീസിൽ കണ്ടുവരുന്ന ആക്ഷൻ ബട്ടൺ, ഡിസൈൻ രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ അവർ ആ കോസ്റ്റ് കിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പുതിയ ക്യാപ്ചർ ബട്ടൺ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ആ ഒരു ഫീച്ചറും നമുക്ക് ഈ ഒരു 16 പ്ലസിലും 16ലും വരുന്നുണ്ട്. അപ്പം എന്ത് പറ്റിയെന്ന് അറിയില്ല, ആപ്പിൾ ഇങ്ങനെ ചെയ്യാറില്ല പതിവേ, പക്ഷേ ഈ പ്രാവശ്യം അത് ചെയ്തു. ഇനിയിപ്പോൾ പുതിയ ഐഫോൺ വന്നു, അതുകൊണ്ട് ഞാൻ ഐഫോൺ 16 പ്രോ മാക്സ് തന്നെ എടുക്കുമോ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് എന്തായാലും പോയി എടുക്കാം ധൈര്യമായിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഐഫോൺ എടുക്കണം, അത് 1,00,000 മേളിലൊന്നും മുടക്കാനില്ല, എങ്കിലും ഒരു ഐഫോൺ എടുക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഐഫോൺ 16 കണ്ണും പൂട്ടി എടുക്കാം. കാരണം 16 പ്രോവിൻ്റെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ഒരു കുറവേ നിങ്ങൾക്ക് ഈ 16-ലുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഈ 16-ൽ കിട്ടും. ഇനിയിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യും, കാശുള്ളവർ അങ്ങനെ ചെയ്യും. കാശില്ലാത്തവർ എന്നെ പോലെ ഇതുപോലെ ഐഫോൺ SE 2 തന്നെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല. എന്തായാലും ഇപ്പോൾ പുതിയൊരു ഐഫോൺ നോക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 16 എടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു 15 യൂസറാണ്, അതുപോലെ തന്നെ 14 യൂസറൊക്കെ ആണെങ്കിൽ AI യൂസ് ചെയ്യണം, അതായത് പ്രോ ആയിട്ട് നിങ്ങൾക്ക് AI യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഐഫോണിൻ്റെ ആ ഒരു 16 എടുക്കാം. കാരണം അതിനകത്ത് ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. ഈ വർഷം അവസാനമാവും ആ ഒരു അപ്ഡേറ്റൊക്കെ വരാനായിട്ട്, എങ്കിലും നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പം AI അത്ര നിർബന്ധമാണ്. ആ പുതിയ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും 16 എടുക്കാം, അല്ലെങ്കിൽ 16 പ്രോ ലൈനപ്പ് എടുക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് മെയിനായിട്ടും ആപ്പിൾ 16 പ്രോ എടുക്കണേക്കാളും മുമ്പ് ഈ ഒരു 16 എടുക്കാൻ പറയുന്ന കാര്യം? കാരണം നിങ്ങൾക്ക് പുതിയ ഡിസൈൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആക്ഷൻ ബട്ടൺ, പ്രോയിലൊക്കെ കണ്ട ആക്ഷൻ ബട്ടൺ, പിന്നെ A8 എന്ന് പറയുന്ന പുതിയ ചിപ്പാണ് വന്നിട്ടുള്ളത് A17 പ്രോയിന് പകരം. സാധാരണ ഇത്രയും വർഷങ്ങളായിട്ട് നടക്കുന്നത് മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോയുടെ ആ ഒരു ചിപ്പായിരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന മറ്റേ നോൺ പ്രോ വേരിയൻസിലൊക്കെ വരാം. പക്ഷേ ഈ പ്രാവശ്യം പുതിയ സൂപ്പറായിട്ടുള്ള അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു ചിപ്പാണ് വരുന്നത്. 16 കോറിൻ്റെ ന്യൂറൽ എഞ്ചിനുള്ള 6 കോർ CPU വിത്ത് 5 കോർ GPU വരുന്ന ഒരു ചിപ്പാണിത്. 8 GB റാമാണ് ഈ ഒരു ചിപ്പിന് പവർ ചെയ്യുന്നത്. അപ്പോൾ 8 GB റാമിൻ്റെ കോൺഫിഗറേഷനാണ് ഈ ഒരു ഐഫോൺ 16 ലൈനപ്പ് മൊത്തം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഐഫോൺ 15 16ലേക്ക് വന്നാലും നല്ലൊരു പെർഫോമൻസ് ഹൈക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ഒറ്റയടിക്ക് ഈ സംഭവത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഒരു 40-ലൊക്കെയാണ് അല്ലെങ്കിൽ ഒരു 30-ലൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും ഈ ഒരു 16. ഇനിയിപ്പോൾ 16 പ്രോ എന്തുകൊണ്ട് എടുക്കണ്ട എന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള കണ്ടൻറ് ക്രിയേഷൻ, ഹെവി ആയിട്ടുള്ള ടാസ്കുകളൊക്കെ നിങ്ങൾ ഫോണിൽ ചെയ്യുന്നില്ലെങ്കിൽ എന്തിന് നിങ്ങൾ അത്രയും വില കൊടുത്തൊരു ഫോൺ വാങ്ങണം? ഓക്കെ, കാരണം ഇപ്പോഴത്തെ ആ ഒരു 16 പ്രോയുടെ കാര്യം പറയുകയാണെങ്കിൽ 6.3 ഇഞ്ചസ് വരുന്നുണ്ട്, അതുപോലെ 6.9 ഇഞ്ചസിലൊക്കെയാണ് വരിക. 6.9 ഇഞ്ചസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ 6.8 തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ കൊണ്ട് നടക്കുന്നത്. 6.9 കൂടി വരുമ്പോൾ എന്താവുമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒരു കുഴപ്പമില്ല, വലിയ ഫോണൊക്കെ യൂസ് ചെയ്ത് എന്താ പറയുക പഴകി വന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് 6.9 ഇഞ്ചസിൻ്റെ ആ നൈസായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഐഫോൺ 16 പ്രോ മാക്സ് എടുക്കാം. പക്ഷേ ഓവറോൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഫോൺസാണത്. പിന്നെ അതിൻ്റെ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരിക്കലും ഒരു മിറർലെസ് ക്യാമറയോ DSLRനെയോ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റി കിട്ടില്ല. പക്ഷേ എങ്കിലും ഈ ഒരു 16 പ്രോയിലൊക്കെ നമുക്ക് ഹെവി ആയിട്ടുള്ള ടാസ്ക്, ഒരു ഷോർട്ട് ഫിലിം പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 16 പ്രോ എന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ടും ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ടാസ്കുകൾ, ഇപ്പം ഗെയിം സ്ട്രീമൊക്കെ ചെയ്യുന്നവർക്ക്, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നൈസായിട്ടുള്ള ഓപ്ഷനായിരിക്കും ഈ ഒരു 16 പ്രോയും പ്രോ മാക്സും ഒക്കെ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ എന്തായാലും എടുക്കാം. പക്ഷേ നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്തില്ല, ക്യാമറ ഒക്കെ ചെറിയൊരു 2 ഫോട്ടോ എടുക്കാനൊക്കെയാണ്, വല്ലപ്പോഴും ഫോട്ടോ എടുക്കും, വല്ലപ്പോഴും വീഡിയോ എടുക്കും, വല്ലപ്പോഴും ഒക്കെ എന്താ പറയുക ഹെവി ആയിട്ടുള്ളൊരു ഗെയിം കളിക്കും. അതല്ലാതെ സാധാരണ ഒരു ഇൻസ്റ്റാഗ്രാം തോണ്ടാനോ അല്ലെങ്കിൽ യൂട്യൂബ് കാണാനൊക്കെ നിങ്ങൾക്ക് 16 പ്രോവിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പം അങ്ങനെയൊരു സംഭവങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ 16 ധാരാളമാണ്. പിന്നെ ഈ പ്രാവശ്യം ആപ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു കോസ്റ്റ് കട്ടിങ് ഒന്നും നടത്തിയിട്ടില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി ടച്ച് വരുന്ന ആ ഒരു ബട്ടൺ അടക്കം ഈ ഒരു 16 കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു പ്രോ വേരിയൻറ്റിലുള്ള മിക്ക പല ഫീച്ചേഴ്സും നമുക്ക് 16 തന്നെ കിട്ടും. പിന്നെ iPhone 16 ഇപ്പോഴും ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡിസ്പ്ലേ തന്നെയാണ്. ഇവിടെ നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് 1 നിറ്റ്സിൻ്റെ മിനിമം ബ്രൈറ്റ്നസ്സിൽ ഇടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ 16 സീരീസിൽ നമുക്ക് 16ഉം 16+ ആണ് ആ ഒരു ബേസ് ആയിട്ട് വരിക. 79,000 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു സെപ്റ്റംബർ 13 തൊട്ട് നിങ്ങൾക്ക് അതിപ്പം ഓൺലൈനിലും പ്രീ ഓർഡർ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. സെപ്റ്റംബർ 20 തൊട്ടാണ് മെയിനായിട്ടും ഓഫ്ലൈൻ സ്റ്റോഴ്സിലും കാര്യങ്ങളിലൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ iPhone 16 79,990 രൂപയ്ക്ക് വർത്ത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് 128 GB ആ ഒരു ഇന്റേണൽ മെമ്മറി 8 GB റാമിലാണ് വരിക. പുതിയ ചിപ്പ് A18 വരുന്നുണ്ട്. ക്യാമറ സെറ്റപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ക്യാമറ സെറ്റപ്പ് ഇവിടെ ഒരു പുതിയൊരു പരിപാടിയാണ് ആപ്പിൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ 2 ക്യാമറ സെറ്റപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് 4 ലെൻസസിൻ്റെ രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് പുതിയൊരു സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് 48 മെഗാ പിക്സലിൻ്റെ ഫ്യൂഷൻ ക്യാമറ. വേറെ ഒന്നുമല്ല, ഈ ഒരു 48 മെഗാ പിക്സലിൻ്റെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് അതൊരു പ്രൈമറി ക്യാമറയാണ്. ആ ഒരു സെൻസറിലെ ഒരു 12 മെഗാ പിക്സൽ നിങ്ങൾക്ക് ടെലിഫോട്ടോ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, എക്സ്ട്രാ ടെലിഫോട്ടോ ഇല്ലാതെ തന്നെ. അതായത് 48 മെഗാ പിക്സലിൻ്റെ ആ ഒരു സെൻസറിൽ നിന്ന് 12 മെഗാ പിക്സൽ ക്രോപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ടെലിഫോട്ടോ എടുക്കുന്ന പരിപാടി നൈസായിട്ടുള്ളൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അൾട്രാ വൈഡ് ക്യാമറയാണ് രണ്ടാമതായിട്ട് വരുന്നത് 48 മെഗാ പിക്സലിൻ്റെ. അപ്പോൾ ആ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് അൾട്രാ വൈഡും അതുപോലെ തന്നെ മാക്രോ ഫോട്ടോഗ്രാഫിയും നടക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടുമ്പോൾ ഒരു 4 ലെൻസിൻ്റെ ഓപ്പറേഷൻ ഒരു 2 സെൻസറിൽ വരും. അപ്പോൾ ഈ ഒരു സെയിം സെറ്റപ്പ് തന്നെ ആ ഒരു iPhone 16 പ്രോയിലും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചിപ്പുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ iPhone 16 Pro സീരീസിൽ വരുന്നത് A18 Pro എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്പാണ്. A18 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഒരു അപ്ഗ്രേഡ് തന്നിട്ടുള്ളൂ. മെയിനായിട്ടും ആ ഒരു 6 കോറിൻ്റെ GPU മാത്രം, ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ആ ഒരു A18 പോലെ തന്നെ. അപ്പോൾ ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ടാസ്ക് ആയിട്ടുള്ള വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഗെയിം കളിക്കുമ്പോഴൊക്കെ അത്യാവശ്യം ഇത്രയും പെർഫോമൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ 2 ഡിവൈസസിൻ്റെ ബാറ്ററി അത്യാവശ്യം വലുതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 16 Pro സീരീസിൻ്റെ നേരത്തെ പോലെ തന്നെ ടൈറ്റാനിയം തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുക. 16 അലുമിനിയം ഗ്രേഡാണ് യൂസ് ചെയ്യുക. ഇനിയിപ്പം ഹെവി ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷനൊക്കെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് 16 പ്രോയും അതുപോലെ Pro Maxും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ 16 പ്രോയും Pro Maxും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ടും ഡിഫറൻസ് വരുന്നത് ബാറ്ററി സൈസിലും ഡിസ്പ്ലേ സൈസിലുമാണ്. ബാക്കി എല്ലാ സ്പെക്കും സെയിം ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആ ഒരു ക്യാമറയ്ക്ക് ഒരു ഡൗൺ ഗ്രേഡും പരിപാടികളൊന്നും മാറ്റില്ല. സെയിം ക്യാമറ സെറ്റപ്പ് തന്നെ 2 ഡിവൈസിലും വരും. അതുപോലെ തന്നെ സൈസും ഇൻക്രീസ് ആയിട്ടുണ്ട്. 6.3 ഇഞ്ചസും അതുപോലെ തന്നെ 6.9 ഇഞ്ചസും ആയിട്ടുണ്ട്. അപ്പം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വീഡിയോഗ്രാഫിയുടെ കാര്യത്തിലേക്കാണ്. ഇതൊരു പ്രോ ഗ്രേഡ് വീഡിയോ സെറ്റപ്പ് ആയിട്ടുണ്ട്. 4K 128 FPS ആ ഒരു വീഡിയോ ക്യാപ്ചറിങ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു റേഞ്ചിൽ നമുക്ക് സ്ലോ മോഷനും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പല ഫോർമാറ്റിൽ കാണണമെങ്കിൽ അത് കാണാൻ പറ്റും. പിന്നെ ഒരു ഷൂട്ട് ചെയ്തൊരു വീഡിയോയുടെ ആ ഒരു ഓഡിയോ സെറ്റപ്പ് നിങ്ങൾക്ക് പല ഓഡിയോ സെറ്റപ്പിൽ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ഓഡിയോ മിക്സ് എന്ന് പറയുന്ന സെറ്റപ്പിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ ഒരു iPhone 16 പ്രോയിൽ കിട്ടും. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, iPhone 16 Pro എന്ന് പറയുമ്പോൾ അത്രയും യൂസ് ഉള്ളവർക്ക് അതൊരു ഗുണമായിട്ടുള്ള ഫോണായിരിക്കും. പക്ഷേ ബാക്കി ഭൂരിഭാഗം ആൾക്കാർക്കും 16 തന്നെ ധാരാളമാണ്. കാരണം അതിനകത്ത് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പൈസ ഉണ്ടെങ്കിൽ എന്തായാലും 16 Pro എടുക്കുള്ളൂ. കാരണം എനിക്ക് ഈ ഒരു എന്താ പറയുക ക്യാമറ സെറ്റപ്പൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ അത് ധാരാളമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇല്ലാത്തതുകൊണ്ട് ഇത് ഈ ഒരു iPhone SE സെക്കൻഡ് ജെൻ തന്നെ ഇങ്ങനെ പോകുന്നു. പിന്നെ ബാറ്ററി സെറ്റപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Q2 ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് നമുക്ക് 25 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യും. അതും 30 വാട്ടിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് 20 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്. അപ്പോൾ അത്രേ ഉള്ളൂ iPhoneൻ്റെ ഒരു പുതിയ ഈ ഒരു iPhone 16 സീരീസിനെയും അതുപോലെ 16 Pro സീരീസിനെ പറ്റി പറയാനായിട്ട്. സൂക്ഷിച്ചും കണ്ടും ഡിസിഷൻ എടുക്കുക, വെറുതെ കാശ് വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ iPhone 16 Pro Max വന്നു ഞാനായിരിക്കണം ആദ്യത്തെ iPhone 16 Pro കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി വാങ്ങാം, സന്തോഷിക്കാം, ആപ്പിൾ എന്ന ലോഗോ കാണിച്ച് നടക്കാം. അതല്ലാതെ വേറെ യൂസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.